ബ്ലാസ്റ്റേഴ്സ് സബ് ജൂനിയർ ടീമിൽ ഇടം ലഭിച്ച പുതുപൊന്നാനി ജിലാനി നഗർ സ്വദേശി അഫ്നാസിനെ വാർഡ് വികസന സമിതി അനുമോദിച്ചു. കേരള ബ്ലാസ്റ്റേഴ്സ് സബ് ജൂനിയർ ടീമിൽ ഇടം പിടിച്ച ആദ്യ പൊന്നാനിക്കാരനായ അഫ്നാസിനെയാണ് 43 വാർഡ് വികസന സമിതി വീട്ടിലെത്തി ഉപഹാരം നൽകി അനുമോദിച്ചത്. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി മുഹമ്മദ് ബഷീർ ഉപഹാരം കൈമാറി. കായിക മേഖലയിൽ ആവേശോജ്വലമായ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആ വാർത്തകളുടെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് അഫ്നാസിന്റെ ഈ കേരള ബ്ലാസ്റ്റേഴ്സ് അണ്ടർ 14 ടീമിലേക്കുള്ള പ്രവേശനത്തെ നഗരസഭ കാണും. നമ്മുടെ പൊന്നാനിയിൽ നിന്നും 2 പേരിപ്പോൾ കടൽ കടന്നുപോയി ഇംഗ്ലണ്ട് കബഡി ടീമിലെ താരങ്ങളായി മാറിയിരിക്കും. പൊന്നാനി കഴിഞ്ഞ കുറേ കാലങ്ങളായി പുലർത്തിപ്പോന്ന കായിക മേഖലയോടുള്ള അടങ്ങാത്ത അഭിനിവേശത്തിൻ്റെ അടയാളപ്പെടുത്തലുകളായിട്ട് ഇതൊക്കെ ഭാവിയിൽ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. പൊന്നാനിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അണ്ടർ 14 ടീമിലേക്ക് ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്ന് പറയുന്നത് ഏറെ അഭിമാനകരമായൊരു നിമിഷമാണ്. MIA സ്കൂൾ വിദ്യാർത്ഥിയായ അഫ്നാസ് ഈ കടലോര ഗ്രാമത്തിൽ നിന്നും ഇത്രയും സാമ്പത്തികമായും മറ്റു പല പരാധീനതകളെയും പരിമിതികളെയും മറികടന്നാണ് അവൻ്റെ കഴിവുകൊണ്ട് മാത്രം ആ വിദ്യാർത്ഥി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഭാവിയിൽ അദ്ദേഹത്തെ കേരള ടീമിൻ്റെയും ഇന്ത്യൻ ടീമിൻ്റെയും നട്ടെല്ലും നെടുന്തൂണുമൊക്കെയായി ഈ നാടിന് കാണാൻ കഴിയട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അഫ്നാസിന് പൊന്നാനി നഗരസഭാ ഭരണസമിതിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു. പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷനും വാർഡ് കൗൺസിലറുമായ OO ഷംസു അധ്യക്ഷത വഹിച്ചു. മുൻ കൗൺസിലർ M ഷമീറ, P അബ്ദുള്ള, P കമറു എന്നിവർ സംബന്ധിച്ചു. PGTV ന്യൂസ് പൊന്നാനി.